അതിന്റെ വീഡിയോ ആണ് നമ്മൾ കാണിച്ചു തരുന്നത്. നമ്മുടെ വീടിനടുത്തുള്ള തൊട്ടടുത്ത ഫ്ലാറ്റിൽ നിന്ന് കിട്ടിയ 2 പ്രാവിൻ്റെ കുട്ടികളാണ് കേട്ടോ അത്. അപ്പം പ്രാവിൻ്റെ അമ്മേനെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ നമുക്ക് തന്നതാണ് ഈ 2 പ്രാവിൻ്റെ കുട്ടികളെ. കാണാനൊരു ലുക്കില്ലെങ്കിലും പ്രാവിൻ്റെ കുട്ടിയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് വലുതായിട്ട് കാണാം. ഇവർ കിട്ടിയത് മുതൽ ഇവരുടെ പിറകെ നടക്കായിരുന്നു മക്കൾസ് എല്ലാവരും. അപ്പം എന്തായാലും ഞങ്ങളിതേ മതിലിൻ്റെ മുകളിൽ വെച്ചിട്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതിലും നമുക്ക് കാണാൻ ചെറിയ മക്കളെല്ലാവരും അതിൻ്റെ വയ്യാൽ തന്നെയാണ്. അങ്ങനെ അവിടുത്തെ ചേട്ടനെ ആ പ്രാവിനെ എടുത്ത് നന്നായിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തു. അതെന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ആയിരിക്കും അവരപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രാവിനെ അവർ കണ്ട രീതിയിലല്ലോ ഇപ്പം നമ്മൾ അവൻ്റെ കുട്ടീനെ കാണുന്നത്. അപ്പം അതെന്തായിരിക്കും പ്രാവ് തന്നെയാണോന്നായിരിക്കും അവർക്ക് ഡൗട്ട്. അങ്ങനെ കിട്ടിയ പാടെ അച്ഛൻ ഒരു പില്ലർ ഉപയോഗിച്ചിട്ട് അതിന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. നല്ല അവശതയിലായിരുന്നു. കാരണം ഒരു അടച്ച റൂമിൽ കിടക്കുകയായിരുന്നു. റൂമിൽ കുടുങ്ങിയതാണെന്ന് തോന്നുന്നത്. അതിലെന്താ നമുക്ക് വേണോ അതിനെ എത്തിന് വേണോ? ഇതൊക്കെ ഋത്തുവിൻ്റെ ഫ്രണ്ട്സാ? ആ പിടിച്ചാ പൊട്ടി പോവും. എല്ലാരും പ്രാവിനെ കാണാൻ വന്നോ? ക്യൂ പാലിക്കുക. എത്ത് നോക്കണേ കേട്ടോ, പെട്ടിയിലാക്കിക്കുന്നു കേട്ടോ. ഇങ്ങോട്ടോക്ക് നടന്നോ. വാ പോരി, എന്നാ ബൈ പറ. ആ ബോൾ കേട്ടോ കൊടുക്ക്, ബോൾ ഇട്ട് കൊടുക്ക്, എറിഞ്ഞൊടുക്ക്, അങ്ങോട്ട് എറിഞ്ഞൊടുക്ക്. കളിച്ചോളാൻ പറ, കളിച്ചോളാൻ പറ, എറിഞ്ഞെടുത്തിട്ട് കളിച്ചോളാൻ മതി. ഒറ്റ അപ്പുറത്തണോ ശക്തിയിൽ എറിഞ്ഞെടുക്കുന്ന അപ്പുറത്ത്. വെരി ഗുഡ്. ബൈ പറ എല്ലാവരും. ചേച്ചി എന്താക്കുക? അങ്ങോട്ട് പോട്ടെ. എൻ്റെ ഡ്രസ്സിലെന്താ വരും പോലെ അല്ല അതാ അവിടെ കാട്ടട്ടാ ആണീ അങ്ങനെ. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് ഏട്ടൻ നേരെ പ്രാവിൻ്റെ അടുത്തേക്കാണ് പോയത്. പ്രാവല്ല, പ്രാവിൻ്റെ കുഞ്ഞു മക്കൾസിൻ്റെ അടുത്തേക്കാണ് പോയത്. അതിന് ഭക്ഷണം കൊടുക്കാനുണ്ടായിരുന്നു. ചേച്ചിമാരത് ഉറങ്ങിട്ട് വന്നു. ഇന്ന് പ്രാവിനെ കിട്ടിയിട്ട് 2ാമത്തെ ദിവസമാണ്. അങ്ങനത്തെ ഒരുവിധം അവർ ഉന്മേഷവാന്മാരായിട്ട് വരുന്നുണ്ട്. ഒരാൾക്ക് തീരെ വയ്യെങ്കിൽ പോലും അവനും കുറച്ചൊന്ന് എഴുന്നേറ്റ് ഭക്ഷണം കൊടുക്കുമ്പോഴേക്കും ഒന്ന് എഴുന്നേൽക്കുന്നുണ്ട്. മറ്റാൾക്ക് പിന്നെ കഴിക്കാനൊക്കെ ഉള്ളൊരു ഇത് വന്നിട്ടുണ്ട്. കൊത്തി പോകണ്ടോ ഞാൻ? അങ്ങനെ നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ തലേന്ന് പുതർത്തി വെച്ച് ചെറുപയറോ അല്ലെങ്കിൽ കടലയൊക്കെ നന്നായിട്ട് കയ്യിലൊന്ന് ഉടച്ചതിന് ശേഷം അതിൻ്റെ വായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഏട്ടന്. പിന്നെ അതിന് ശേഷം പില്ലർ ഉപയോഗിച്ചിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. ചെറുപയറ കല്ലിപ്പിന് ഭക്ഷണം വേണ്ടല്ലേ? അയ്യോ ഋത്തുവിന്റെ അടുത്ത് ഭക്ഷണത്തിനൊക്കെ അതാണ് ഓരോ കാര്യം നമ്മളോടുള്ള കൊന്ന ഇവരന്ന് 4 ഡി അത് ചവിട്ടി പിടിച്ചോളുണ്ട്. അത് നല്ലതാണ്. ശരി അത് 15 റുപ്യാണ് 3 മാസമൊക്കെ എടുക്കാൻ. കൊത്തി കഴിക്കോ? ഒന്നുമില്ല, വൃത്തിയുള്ള പാറ്റ. കൊത്തി കഴിച്ചു. അത് മറ്റേ പത്രക്കാരൻ
ഇത് കൊടുക്കുന്ന രീതി ഉണ്ട്, അത് എങ്ങനെയാ? അങ്ങനെ നമ്മൾ 3-ാമത്തെ ദിവസം ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട്. പ്രാവിനെ കിട്ടി, പ്രാവിൻ്റെ കുഞ്ഞു മക്കൾസിനെ കിട്ടിയിട്ട് ഇന്നത്തെ ഈ 3 ദിവസമാണ്. അപ്പോൾ നമ്മുടെ മുല്ലയൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുട്ടൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് മുല്ല കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ ആയി ആ മുല്ല ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പം നമ്മൾ മാവലിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒന്ന് പടർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പം ഒന്ന് ഉഷാറായിട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ അരളി ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ അത് വെട്ടി കളഞ്ഞിട്ടുണ്ട്. കാരണം കുറച്ച് ഇഷ്യൂസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതോ കാരണം തന്നെ അച്ഛന് അത് വെട്ടിയിട്ടുണ്ട്. എന്തായാലും അത് പൂവിട്ട് നിൽക്കുന്നത് കാണാനൊരു രസം തന്നെയായിരുന്നു അല്ലേ. ഇനി നമ്മുടെ പ്രാവിൻ്റെ വിശേഷം എന്താണെന്ന് അറിയട്ടെ. അങ്ങനെ 3-ാമത്തെ ദിവസം ആയപ്പോഴേക്കും രണ്ടാളും ഒന്ന് ഉഷാറായിട്ട് നീര് നിൽക്കാനൊക്കെ ഒന്ന് തുടങ്ങി. ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ളൊരു ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ നന്നായിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി കഴിക്കുന്നുണ്ടായിരുന്നു. സൈഡ് പോയി കിടക്കുന്നുണ്ട്, നല്ല ഉറക്കത്തിലായി പോയി. വിളിച്ചാൽ ഒരു വേണം. ഉറങ്ങലടോ മറ്റേ വെച്ചത് വലുതായിട്ട് കാണട്ടെ. അങ്ങനെ നമ്മുടെ 5-ാമത്തെ ദിവസം അവരെ ഒന്ന് പുറത്തേക്കെല്ലാം വിട്ടു. അവരൊക്കെ ഇതേ ഇങ്ങനെ പതുക്കെ പതുക്കെ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഋത്തൂസ് അതേ തലോടി കളിക്കുന്നുണ്ട്. ഒന്ന് എടുക്കതിനെ, ഒന്ന് എടുത്തിട്ട് കാണിച്ചോണ്ടോ പാപ്പക്ക്. എവിടെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരാൾ മാത്രമല്ലേ ഉള്ളൂ. ഒരാൾ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ക്ഷീണമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല, അത് ചത്തുപോയി. കൂട്ടില് അത് കുഞ്ഞാപ്പ കിട്ടിയതല്ല അടുത്തു. എന്താ പേരിടമ്പളീന്? ഇനി എടുക്കണ്ട അവിടെ കിടന്നോട്ടെ കേട്ടോ. ഓ തൊട്ടോയിക്കോളി. കൂടൊന്നുമില്ല, ഇതിൻ്റെ ഉള്ളിലാണ് എപ്പോഴും മുറ്റത്ത് ഇങ്ങനെ നടന്നൊക്കെ കളിച്ചു. പിന്നെ അകത്ത് കൂടെ ഒക്കെ നടക്കുന്നത്. വലുതായ ഞങ്ങള് തുറന്നിടും പറയും. വലുതായ ഞങ്ങളത് തുറന്നു. ആരാ പിച്ചണത്? വേണുണ്ടോ? കൊടുക്കേ, ആ തുറക്കുമ്പോ വായിലിട്ടെടുക്കും. ഇതങ്ങനെ വായ തുറക്കുന്നുണ്ടോ, അപ്പൊ വായിൽ വെച്ചെടുത്താൽ ഇതാക്കണ്ട, മണി ഇതാക്കണ്ട. വായ തുറക്കൂ, ഇതങ്ങനെ ആ തുറക്കുന്നുണ്ടോ. ഈ ഒരു പ്രാവ് വലുതായിട്ട് വലിയ വീഡിയോ ഒക്കെ ചെയ്യണം എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്കതിനിപ്പോൾ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഒരു കൂട്ടിൽ അടച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പ്രാവിനെ പൂച്ച വന്നിട്ട് കടിച്ചത് എന്തോ ആണ്. അതിൻ്റെ കഴുത്തിന് കറക്റ്റ് ഒരു മുറിവ് പറ്റി. പിന്നെ അതിന് ഭക്ഷണമൊന്നും ഇറങ്ങുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞപ്പം തന്നെ അത് കൂട്ടിൽ ചത്ത് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ മുഴുവനാക്കാൻ പറ്റിയിട്ടില്ല. അന്ന് വല്ലാത്ത വിഷമമൊക്കെ ആയിരുന്നു. കാരണം ആ ഒരു പൂച്ച കാരണം നമ്മുടെ കുഞ്ഞിപ്രാവ് ചത്തുപോയി. ഒന്നിന് ഏതായാലും പറ്റിയില്ല. രണ്ടാമതും അങ്ങനെ പോയി. ഇത്രയും വലുതാക്കിയിട്ട് അങ്ങനെ പോയപ്പം എന്തോ ഒരു സങ്കടം.